ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനം. ക്രൂശിൻ്റെ ശത്രുക്കൾ. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിലപിക്കുന്നു. ജാതികളുടെ അസന്മാർഗിക ജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് ക്രിസ്തുവേശുവിൽ സ്നാനമേറ്റ് വിശ്വാസത്തിൻ്റെ പ്രതിജ്ഞയെടുത്തവരിൽ പലരും നാമമാത്ര ക്രിസ്ത്യാനികളായി തങ്ങളുടെ ജീവിത രീതി മുഖാന്തരം അധപ്പതിച്ചതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ ദുഃഖിക്കുന്നത്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടും ജീവിതശൈലി കൊണ്ട് അവിടുത്തെ ക്രൂശിൻ്റെ മഹത്വത്തെ അപമാനിക്കുന്നവരെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കളെന്ന് വിളിക്കുന്നത്. ലോകോന്മുഖരായി ജഡാഭിലാഷങ്ങളിൽ ഒഴുകിപ്പോകുന്ന ക്രിസ്ത്യാനിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 യോഹന്നാൻ 1:6 പറയുന്നത് പോലെ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവരെയും, റോമർ 3:8 നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയുന്നവരെയും, റോമർ 6:1 കൃപ വരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നവരെയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. അപ്പോസ്തലൻ പറയുന്ന ഈ സത്യങ്ങൾ തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന നമുക്ക് നേരെയും വിരൽ ചൂണ്ടുന്നുവെങ്കിൽ ക്രൂശിൻ്റെ ശത്രുക്കളായി തീർന്ന നാം ക്രൂശിൻ്റെ മിത്രങ്ങളായി രൂപാന്തരപ്പെട്ടേ മതിയാവൂ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ വിശ്വാസിയുടെയും ആത്മപരിശോധനയ്ക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണിത്. ഭക്ഷണസുഖം ജീവിത ലക്ഷ്യമായും, സാമൂഹ്യ തിന്മകൾ മാന്യജീവിതത്തിൻ്റെ മാനദണ്ഡമായും, വെറിക്കൂത്തുകൾ ജീവിത സംതൃപ്തിയായും സ്വീകരിച്ചവരാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കൾ. ലൗകികതയുടെ വേലിയേറ്റത്തിൽ ദാരുണമാമണ്ണം നിലംപതിച്ചൊഴുകിപ്പോയ ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളിൽ ചിലരെക്കുറിച്ച് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇപ്രകാരം വിലയിരുത്തി: ഉപഭോഗ തൃഷ്ണ ഇന്ന് നമ്മുടെ ലോക ജീവിതത്തിലും വർദ്ധിച്ചിരിക്കുന്നു. മദ്യപാനവും ലൈംഗികതയും വൈകൃതങ്ങളും മാന്യതയുടെ ലേബൽ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. കലാ സാംസ്കാരിക രംഗങ്ങൾ മൃദുല വികാരങ്ങളുടെ കച്ചവട രംഗങ്ങളായി അധപ്പതിച്ചിരിക്കുന്നു. ഇതിന് നടുവിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ നാം ഇവയിൽപ്പെട്ട് ഒഴുകിപ്പോവുകയാകുന്നുവോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യമാണോ, വികലമായ ക്രിസ്തീയതയാണോ നാം ഇന്ന് ലോകത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തേതെങ്കിൽ നാമും ക്രൂശിൻ്റെ ശത്രുക്കൾ തന്നെ. ലൗകികമായ ആസക്തികളെ മാറ്റി നിർത്തി സ്വർഗീയ പൗരന്മാരായ നമ്മുടെ ജീവിതശൈലിയിലൂടെ ക്രിസ്തുവിനെ പ്രകടമാക്കേണ്ടതുണ്ട്. വായുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും എന്നാൽ ഹൃദയവും ജീവിതവും കൊണ്ട് ഇരുട്ടിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവരായി, ദൈവം കൃപയുള്ളവനല്ലേ, അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന തെറ്റായ ചിന്താഗതിയിൽ കൃപയെ ദുരുപയോഗം ചെയ്ത് ജീവിക്കുന്ന ഇന്നത്തെ തലമുറയെയും ഓർത്താണ് അപ്പോസ്തലൻ കരഞ്ഞുകൊണ്ട് ഇതെഴുതിയത്. നാം സ്വീകരിച്ച രക്ഷയുടെ വിലയറിയാതെ ജീവിതത്തിൻ്റെ താൽക്കാലിക സന്തോഷങ്ങൾക്കായി നിത്യതയെ തച്ചുടയ്ക്കുന്ന വിശ്വാസികളെ ഓർത്ത് ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വേദനയാണ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്നതിലൂടെ വെളിപ്പെടുത്തിയത്. ക്രിസ്തുവിൽ ജയാളിയായ 3-ാം സ്വർഗം വരെ കണ്ട അപ്പോസ്തലൻ കരഞ്ഞും കൊണ്ട് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിന്മേൽ ആണി കൊണ്ട് കോറിയിടുക. നാം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പേറുന്നവരെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം അതിന് വിപരീതമാകരുത്. ക്രിസ്തീയ സാക്ഷ്യം എന്നത് വാക്കുകളിലല്ല, ജീവിതത്തിൽ പ്രതിഫലിക്കണം. ക്രൂശിൻ്റെ ശത്രുക്കളായി മരിക്കുവാനല്ല, മറിച്ച് ക്രൂശിൻ്റെ മിത്രങ്ങളായി ജീവിച്ചവിടുത്തെ മഹത്വത്തിൽ പങ്കാളികളാകുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. നമ്മുടെ ജീവിതശൈലി കൊണ്ട് അവിടുത്തെ ക്രൂശിൻ്റെ മഹത്വത്തെ അപമാനിക്കരുത്. ക്രിസ്തീയ മൂല്യങ്ങളെ നിഷേധിക്കരുത്. ഭക്ഷണസുഖം, ഭൗതിക നേട്ടങ്ങൾ, ലൗകികമായ ആഡംബരങ്ങൾ എന്നിവയെ ജീവിത ലക്ഷ്യമാക്കാതെ ഇന്നു മുതൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മാനിക്കുന്നതും സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ പരിത്യജിക്കുന്നവരുമായി ക്രൂശിൻ്റെ മിത്രങ്ങളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ഒരുങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.